ഹലോ, ഹൗ ആർ യു? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സമയം രാവിലെ 7:30 കേട്ടോ. ഞങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. തിരുവനന്തപുരത്ത് ജാനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അഹോറ ബ്രാൻഡ് സംഘടിപ്പിക്കുന്ന ഒരു ഡിസൈനർ ഷോ, അതിനുവേണ്ടി പോവുകയാണ് കേട്ടോ. നേരത്തെ ഡേറ്റൊക്കെ നമുക്ക് കിട്ടിയതാണെങ്കിലും ഞങ്ങൾ തലേ ദിവസമാണ് കേട്ടോ പോയി ടിക്കറ്റൊക്കെ എടുത്തത്. കാര്യം കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഏട്ടനാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുൾപ്പെടെ എവിടെയാണ് കോച്ച് പൊസിഷൻ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഏട്ടനാണ് നോക്കുന്നത്. ചുമ്മാ ഞാൻ കൂടെ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നപ്പോഴാണ് എനിക്കതിനെപ്പറ്റി യാതൊരുവിധ ധാരണയില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോകണം കേട്ടോ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് രാത്രി അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു ചായയും ഒരു സമൂസയൊക്കെ കഴിച്ചിട്ട് ലൈറ്റായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവർ വരുന്നുണ്ട്, ട്രാഫിക്കിലാണ്. അങ്ങനെ അവരുമായിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് അവർ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരും കേട്ടോ. ഇത് മാൾ ഓഫ് ട്രാവൻകൂറാണ്. ഇവിടെ വെച്ചിട്ടാണ് പ്രാക്ടീസും ഗ്രൂമിങ്ങും അതുപോലെ തന്നെ നാളത്തെ ഷോയും ഒക്കെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ടൈം ഉണ്ടായിരുന്നു. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുറേ സമയം അവിടെ കറങ്ങാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ജാനി ഈ ടോയ് ട്രെയിൻ കണ്ടപ്പോഴത്തേക്കും ഇതിനകത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഇരിപ്പായി. അങ്ങനെ ജാനി ഒരു റൗണ്ടൊക്കെ പോയിട്ട് വന്നു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലെല്ലാം കയറി ഇറങ്ങി നിരങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സ് ലാസ്റ്റ് മിനിറ്റാണ് കാണുന്നത്. ഡിസൈനർ ഷോ ആയതുകൊണ്ട് തന്നെ അവരുടെ ഡിസൈൻസ് നമ്മളെ മുൻകൂട്ടി കാണിക്കില്ല. ആ സമയത്താണ് ഈ ഒരു ദിവസം, അതായത് പ്രോഗ്രാമിൻ്റെ തലേ ദിവസമാണ് നമുക്ക് ഡ്രസ്സ് കാണാൻ പറ്റുക. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമേ അതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇതാണ് സ്റ്റേജ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ അവിടെ തന്നെ അഹോറ ബ്രാൻഡിൻ്റെ തന്നെ അല്ല കേട്ടോ, ഒരു 25ഓളം ബ്രാൻഡുകൾ അവിടെ മത്സരിക്കുന്നുണ്ട്. ഫാഷൻ ഷോ ആയിട്ടും ഡിസൈനർ ഷോ ആയിട്ടും അങ്ങനെ ഒരു 25ഓളം ബ്രാൻഡുകൾ അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രാക്ടീസും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ബോയ്സൊക്കെ വേറൊരു ബ്രാൻഡിൻ്റെ ഫാഷൻ ഷോ ആയിട്ട് അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സെക്ഷൻ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഡ്രസ് കോഡാണിത്. വൈറ്റ് ടീഷർട്ടും ബ്ലൂ ഡെനിമും. നമ്മുടെ കൊറിയോഗ്രാഫർ എന്ന് പറയുന്നത് ചേതസ് എന്ന് പറയുന്നൊരു സാറായിരുന്നു കേട്ടോ. പുള്ളി ഒരു മോഡലൊക്കെയാണ്. പുള്ളിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പ്രാക്ടീസൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3:30-4 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അവരെ റാമ്പിൽ എങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടത്. ഇതാണ് കേട്ടോ ചേതസ് മാസ്റ്റർ. അങ്ങനെ ജാനിയും കൃഷ്ണവേണി എന്ന് പറയുന്നൊരു മോളും കൂടിയാണ് ഒരേ ടൈമിലാണ് ഇറങ്ങുന്നത്. ഇതാണ് കൃഷ്ണവേണി. അവൾ കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാനി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ അതിൻ്റെ കൊറിയോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ പോകണം, റാമ്പിൽ എങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 5:30-6 മണിയായി. നന്നായിട്ട് വിശക്കാനും ദാഹിക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ. പിന്നെ അടുത്തൊരു ഷോപ്പിൽ പോയിട്ട് ഞങ്ങളൊരു ജ്യൂസും ഒരു ഷവർമയൊക്കെ കഴിച്ച് തൽക്കാലം വിശപ്പൊക്കെ അടക്കിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ സമയത്ത് സുമതി വളവിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവിടെ ബാലു വർഗീസും അതേപോലെ തന്നെ അർജുൻ അശോകനും ഗോപികയും അങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ പ്രോഗ്രാം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസും അവിടെ ഒത്തിരി പ്രോഗ്രാം ഷോ ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കണ്ട് കുറേ നേരം സമയമൊക്കെ കളഞ്ഞ് പിന്നെ വീട്ടിൽ പോയി. നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. വീട്ടിലെത്തി ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് 10-10:30 വീട്ടിൽ വന്നപ്പോൾ തന്നെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴും ലേറ്റായി. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ നല്ലോണം വൈകി കേട്ടോ. ജാനി നല്ല ഉറക്കമാണ്. പിന്നെ ഒരുവിധം ഞാൻ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി വീണ്ടും നമ്മൾ ട്രാവൻകൂർ മാളിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും പ്രോഗ്രാമിനുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വെച്ച് തന്നെയാണ് എല്ലാ ബ്രാൻഡിൻ്റെയും മേക്കപ്പും ട്രയലും ഒക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ജാനിക്ക് അത്യാവശ്യം സ്നാക്സൊക്കെ കൊടുത്തു. കാരണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഫൈനലി മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ ഡ്രസ്സും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഫൈനലി ജാനി റാമ്പിലാണ്. ഇതാണ് ജാനിയുടെ ആ ഒരു ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാനിതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇത് അവരുടെ ഡിസൈൻസാണ് കേട്ടോ. ആദ്യമായിട്ടുള്ളതിൻ്റെ ഒരു നെർവസ്, ജാനി കുറച്ച് നെർവസ് ആയിരുന്നു ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതിൻ്റെ. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഈ പ്രായത്തിൽ ഇത്രയും കോൺഫിഡൻസ് വരുന്നത് തന്നെ വലിയ കാര്യമായിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 8:30 അമൃത എക്സ്പ്രസ്സിൽ തിരിച്ച് കരുനാഗപ്പള്ളിക്ക് പോകുന്നു കേട്ടോ. പിന്നെ എനിക്ക് നാളെ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോകാനുള്ളത് കൊണ്ട് രാത്രി തന്നെ നമ്മൾ വീടെത്തി.
പിന്നെ അതിനുശേഷം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. പിറ്റേ ദിവസം രാവിലെ പത്തനംതിട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മുടി വല്ലാണ്ട് വളർന്നിട്ടുണ്ട്. 2 മാസം വെക്കേഷൻ ടൈമിൽ കുറച്ച് മുടിയുടെ ലെങ്ത് കുറച്ച് ഇടണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡേറ്റ് വന്നതുകൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് മുടി വെട്ടാം എന്നൊക്കെ തീരുമാനിച്ചു. ഇത് ഞാൻ പോയത് കരുനാഗപ്പള്ളി KC സെൻറ്ററിലെ ജാജീസ് ഇന്നോവേഷനിലാണ് കേട്ടോ. നല്ല സർവീസാണ് അവരുടെ. കല്യാണത്തിന് മുമ്പാണ് ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുള്ളത്. പിന്നെ പോകുന്നത് ജാനിക്കിപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല സർവീസാണ് അവിടുത്തെ. ആ ബോയ് ആണെങ്കിലും പുള്ളി ലക്നൗക്കാരനാണ്. നല്ല സംസാരമൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു, പത്തനംതിട്ടയ്ക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ജനയുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ